ശബ്ദത്തുമ്പി മുഹമ്മദ് മുസ്ലിയാർ അവർ അധ്യക്ഷനായി കോഴിക്കൽ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഞാൻ സ്വാഗത പ്രസംഗം ചെയ്തു. നാട്ടുകാരൻ എന്ന നിലത്താണ് അന്ന് സ്വാഗത പ്രസംഗം നടത്തിയത്. ആ സമ്മേളനത്തിലൂടെ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ മഹാനവകൾ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോഴേക്ക് കാര്യത്തിലുണ്ട് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാട്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നതിന്റെ പേരാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്തകളുടെ നിമിഷത്തിൽ വരെ ഇവിടെ എളിയ പ്രവർത്തകരായി ഞാൻ തുടരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ.പി. ഉസ്താദ് 2 ദിവസം മുമ്പ് നടത്തിയ പ്രഭാഷണമാണിത്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് കേട്ടു. ഉസ്താദ് എന്താണ് ഇത് പറഞ്ഞിരുന്നില്ല, എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ. ഈ പ്രസംഗത്തെപ്പറ്റി, ഉസ്താദിന്റെ ഈ പ്രഭാഷണത്തെപ്പറ്റി കാട്ടുകള്ളൻ മാനസിക രോഗി നൗഷാദ് പച്ച കളവ് പറഞ്ഞു നോക്കി. ഉസ്താദ് പറയാത്ത ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ട് പച്ച കളവ് പറയാ. ഓൻ കദ്ദാബല്ലെങ്കിൽ പിന്നെ ആരാ കദ്ദാബ്? നമ്മൾ വെറുതെ പറഞ്ഞല്ലോ അവനക്ക് മാനസികാന്നുള്ളത്. ഓനൊക്കെ കുതിരവട്ടത്തിൽ കൊണ്ടുവന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഉസ്താദ് ഇതിൽ എന്താ പറഞ്ഞേ? പൂനൂർ കോളിക്കലിലെ കുരൂർ തുരീക്കത്തുകാർക്കെതിരെ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടത്തി. അതിന് മുമ്പ് വിഷയങ്ങൾ പറയണ്ടേ കുരൂർക്കാരെ പറ്റി. ഇതിന്റെ പൂർണ്ണ രൂപപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ടാക്കിയതാ. അങ്ങനെ ആ പ്രസംഗത്തിൽ ഉസ്താദ് സ്വാഗതം പറഞ്ഞു, ഉസ്താദ് സ്വാഗതം പറഞ്ഞു. കെ ഉസ്താദും അതിലുണ്ട്. അപ്പോൾ അവിടുന്ന് കെ ഉസ്താദ് എന്ത് പറഞ്ഞു? നിങ്ങൾ ഞങ്ങളെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് കെ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ആ പഴയകാല ആ ഓർമ്മയിലേക്ക് പോയിട്ട് ഉസ്താദ് എന്ത് പറഞ്ഞു? അങ്ങനെ കെ ഉസ്താദാണ് എന്നെ സമസ്തയിലേക്ക് വന്നത്, പിന്നെ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചത് എന്തിനായിരുന്നു? ഉത്തരവാദിയായ ആളുകൾക്ക് കടന്നു വരാൻ ഞങ്ങൾ തെറ്റിച്ചാലേ കഴിയുള്ളൂ എന്ന് ചിലർ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് പഴയ ഓർമ്മ ആയവർക്ക് ഇപ്പോൾ ഉസ്താദിന് സങ്കടം വന്നു. അയ്യമാനുള്ളവർക്ക് സങ്കടം വരില്ല. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയായ സമസ്ത പേർന്ന ആ സംഭവം ഓർത്തിട്ടാണ് കരഞ്ഞത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിനെ ഇവൻ പൊടിപ്പും തുങ്കലും വെച്ച് പച്ചക്കളവ് പറഞ്ഞിട്ട് ഈ കാട്ടുകള്ളൻ അവതരിപ്പിക്കാൻ നോക്കി. ഇവൻ ദജ്ജാലല്ലെങ്കിൽ പിന്നെ ആരാ ദജ്ജാല്? ഓൻ പറഞ്ഞേക്ക് ഉസ്താദ് പറഞ്ഞ പറ്റി ഓൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞ ഭാഗം കണ്ടു നോക്കി. പറഞ്ഞെന്താ? കെ ഉസ്താദ് ഒരു മഹാസംഭവമായിരുന്നു. ശംസുൽ ഉലമ ഞങ്ങൾ അത്ര ബന്ധുവായിരുന്നു. അരീക്കാട് പള്ളി പ്രശ്നമടക്കം എന്നെ കൈപിടിച്ച് കൊണ്ടുപോയത് ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമയെ എന്നിൽ നിന്ന് അകറ്റിയവർ അപ്പോഴാ കരച്ചിൽ വന്നത്. പാച്ചോണേ നമുക്ക് അങ്ങനെ എ പി ഉസ്താദിന്റെ പ്രസംഗത്തിൽ എനിക്ക് വാചകം കൽപ്പിക്കാൻ കഴിയോ? അനക്ക് മാനസികാണോ? ഞങ്ങൾ ചോദിച്ചു പോവാണ്. എവിടെടാ ഏതെങ്കിലും ആണായി പറഞ്ഞ പെരുവട്ടൂർ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കാട്ടുകള്ളന്മാരെ സർവ്വനത്തിൽ വെല്ലുവിളിക്കാൻ പച്ച കളവ് അറിയേ? എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞോ? ഇനിയിപ്പോൾ അടുത്ത കളവ് പറഞ്ഞിട്ടോളി. ഉസ്താദ് പറയാത്ത വാചകം ഉസ്താദ് പറഞ്ഞാൽ എന്താണെന്നിപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ തന്നു. പാച്ചെന്ന് പറഞ്ഞ നടക്കുക. നമുക്ക് ജാതി വെടുക്കൂസ്. എന്താ എ പി ഉസ്താദ് പറഞ്ഞു വെച്ചത്? കെ ഉസ്താദ് ഞാനും വലിയ ബന്ധമായിരുന്നു. എനിക്കെല്ലാം തന്നത് മൂപ്പരാണ്. പിന്നെ ഞങ്ങളെ തമ്മിൽ ചിലർ അകറ്റിക്കളഞ്ഞതാണ്. അത് ഓർക്കുമ്പോ കരയുകയാണ്. ആ ബന്ധം വേർപ്പെടേണ്ടിയില്ലായിരുന്നു. ആ മുശാവറയിൽ തന്നെ നിൽക്കാമായിരുന്നു. ഈ പൊളിയാൻ വേറെ പോണം. ഇതൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല. ആ മുശാവറയിൽ തന്നെ നിൽക്കാമായിരുന്നു. ആ ബന്ധം വേർപ്പെടേണ്ടില്ലായിരുന്നു എന്നൊന്നും ഉസ്താദ് അവിടെ പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞ അത്രേ ഉള്ളൂ. കെ ഉസ്താദാണ് എന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത്, പിന്നെ ഞങ്ങൾ തമ്മിൽ അകറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നേ ഉസ്താദ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൻ്റെ വക പച്ച കള്ളം കെട്ടിപ്പറഞ്ഞ് ഉസ്താദ് പറയാത്ത വാചകം കെട്ടിപ്പറഞ്ഞിട്ട് പൊടിപ്പും തുങ്കലും വെച്ച് ഓനക്ക് അവതരിപ്പിക്കണുള്ളൂ. നിങ്ങൾ ഇത് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാത്ത ആൾക്കാർ എന്താ വിചാരിച്ചത്? എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നില്ലേ? കദ്ദാബേ ഈ പറഞ്ഞ വാചകം കാണിക്കട ഉസ്താദിനെ കിട്ടുന്നേ. എനിക്ക് മാനസികമാണെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടാൻ പറയണം എൻ്റെ കൂട്ടക്കാരോടും എൻ്റെ കാട്ടുകളോടൊക്കെ. അല്ലാതെ തോന്നിയാസം പറയില്ല ആലിമിങ്ങളെ പേരിൽ. മനസ്സിലായോ? എന്നൊക്കെ ചികിത്സിക്കേണ്ട സമയം കഴിഞ്ഞോടോ. അല്ലെങ്കിൽ എവിടെയോ ഏതെങ്കിലും ആണായി പറഞ്ഞ കാട്ടുകളുടെ കുഞ്ഞാമ്മ കഥ ഉണ്ടല്ലോ, പൊന്നാറിന്റെ കുഞ്ഞാമ്മ അജി കേൾപ്പിച്ചോ എ പി ഉസ്താദിന്റെ പ്രസംഗത്തിന്? അതിൽ തന്നെ തുടർന്നാൽ മതിയായിരുന്നു. ഉസ്താദ് പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്തിനു പറയണം? പറഞ്ഞത് പറഞ്ഞാൽ പോരെ? അപ്പോൾ പറഞ്ഞതും അതിന്റെ കൂടെ എന്താക്കുക? പച്ച കളവ് കെട്ടിച്ചമച്ച് പറയാ. അരിക്കാട് പള്ളി പ്രശ്നത്തിൽ അതൊക്കെ അവിടെ പറഞ്ഞോ? പറഞ്ഞിട്ട് കാണിക്കടാ. ഇതെന്താ ക്ലിപ്പിടാ? ഞെട്ടിട്ടുള്ള ക്ലിപ്പിൽ നിന്ന് എന്താ ഉള്ളത്? ഞാനിട്ട വാഗന്നെ അതിനെ പുള്ളില്ല. മനസ്സിലായോ? നോണ പറഞ്ഞ് നടക്കുക നമുക്ക് ജാതി. ഇവനൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ പച്ച നോണ മറ്റേ കാട്ടുകളുടെ നിർദ്ദേശത്തിൽ പോയി പറയണ്ടേ? എത്രമാത്രം കളവായി ചങ്ങായിക്കെ പറയണ്ടേ?
എന്നിട്ടിങ്ങനെ ശംസുലമ എന്നിങ്ങനെ പറയാൻ കാരണം മരിച്ചിട്ടില്ല. മരിച്ചെന്നോ വിചാരിച്ചത് ഇവൻ മരിച്ചോനാ വിചാരിച്ചോൻ. മരിക്കാത്തോണ്ടാണെന്നില്ല ബഹുമാനപ്പെട്ട ഹെബി ഉസ്താദ് വീണ്ടും പോയിന് അവിടെ ഖബറിൻ്റെ അടുത്ത്. അസ്സലാമലൈക്കും സത്വനോട് പോയിട്ട് പറയൂ. എ പി ഉസ്താദും ശംസുലമാൻ്റെയും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ്. ആ ബന്ധം കാരണമാണ് അവർ തമ്മിലുള്ള ബന്ധം. അത് അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരുടെ ആത്മീയ പ്രവർത്തനത്തിൻ്റെ ആത്മീയ ദർശനം നമ്മളിൽ ദാർശികമാക്കട്ടെ.